India. I have been here for 1 month and I have to do this video now because I'm fucking angry. Listen to me. I posted a rickshaw video with my driver where we joking around about an insult, but we didn't go around and ഓക്കെ, ഇത് ആദ്യം ഞാൻ ഒരു മുഖവര പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് പിടുത്തം കിട്ടൂല. ഇതെന്താ സംഭവം അറിയോ? ഇതൊരു വിദേശ വനിതയാണ്, എവിടെ ജർമ്മനിയിൽ നിന്നോ മറ്റോ വന്നതാണ് ഇന്ത്യ കാണാൻ. മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ ഈ സ്ത്രീയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകണ്ട, മഹാമോശമാണ്, നമ്മൾ കാണണമല്ലേ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അങ്ങനെയല്ല, ഇന്ത്യയിൽ നല്ല വശമുണ്ട്, നല്ല ആൾക്കാരുണ്ട്, ആ നല്ല വശം ഞാൻ കാണിക്കാൻ ആണ് പോകുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം പൈസയൊക്കെ മുടക്കി സ്വന്തം തടിയുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയുടെ നല്ല വശം കാണിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ മാറ്റാലോ വേണം. അവളുടെ രാജ്യമല്ല ഇന്ത്യ, എന്നിട്ടും വന്നിട്ട് അത് പറഞ്ഞപ്പോൾ തന്നെ നല്ല അനുഭവം കിട്ടി. ഇനി ജീവിതത്തിൽ ഇവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ് പോണ്ടാന്ന്. ഇനി ഇവള് നല്ല ഇവളുടെ കുടുംബത്തിലോ സുഹൃത്ത് ബലത്തിലോ ആരും തന്നെ ഇന്ത്യയിലേക്ക് വരില്ല. അങ്ങനത്തെ അനുഭവമാണ് കിട്ടിയത്. നല്ല രസമുള്ള അനുഭവമാണ്. കേട്ടു നോക്കി. ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, എന്താ വരണേ. Insulted people. Now he has problem with police because people reposted this video and used it to spread hate against Muslims. കണ്ടില്ലേ, അങ്ങനെ ഗോവയിലാണ് വന്നത്. അല്ല, കുറേ സ്ഥലത്ത് വന്ന് അങ്ങനെ ഒരു ഗോവയിൽ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മുസ്ലിമാണ്. അങ്ങനെ അയാളുടെ ഓട്ടോറിക്ഷയിൽ കയറി. അങ്ങനെ മൂപ്പര് നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാ സഹായം ചെയ്ത് അധികം പൈസയും വാങ്ങിയില്ല. അങ്ങനെ ഈ സ്ത്രീക്ക് നല്ല കംഫർട്ടബിളായി ആ ഒരു മുസ്ലിം ഡ്രൈവർ. അങ്ങനെ ഈ സ്ത്രീ വ്ളോഗറുമാണ് കേട്ടോ. കാരണം എന്നാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, ഇന്ത്യ നല്ല രാജ്യമെന്ന് കാണിക്കണമെങ്കിൽ നല്ലൊരു വ്ളോഗർ ആവണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാരെ കാണൂലല്ലോ. അപ്പോൾ വ്ളോഗറുമാണ്. അങ്ങനെ അവളുടെ പിന്നെ വീഡിയോയിൽ ചാനലിലിട്ട്, യൂട്യൂബ് ചാനലിൽ മറ്റിട്ട് പിന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ എനിക്ക് നല്ല അനുഭവമാണ്, ഒരു മുസ്ലിം ഓട്ടോറിക്ഷക്കാരൻ വന്ന് എന്ത് നല്ല പെരുമാറ്റമാണെന്നൊക്കെ അയാളുടെ ഫോട്ടോ എടുത്ത്, അയാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും വീഡിയോകളൊക്കെ എടുത്ത് അത് പോസ്റ്റും ചെയ്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ഇങ്ങനെയാണ്, നല്ല പെരുമാറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കിനും പോലീസ് വരിക അന്വേഷിച്ചിട്ട്. നമ്മളെ തെരഞ്ഞു പിടിച്ച് വന്ന് ആ ഓട്ടോറിക്ഷക്കാരൻ തെരഞ്ഞു പിടിച്ച് വന്ന്, ഓട്ടോറിക്ഷക്കാരൻ പിന്നെ ഒരു സ്ഥലത്തല്ലേ ഉണ്ടാവുക, ഒരു സ്റ്റാൻഡിൽ പോലീസ് വന്നിരിക്കുകയാണ്. വേറെ ആരുമില്ല, സംഘീ ഭീകരന്മാരുടെ പിന്നെ വേഷം, പിന്നെ പോലീസിൻ്റെ വേഷം ഇപ്പം ഒക്കെ ഒന്നാണല്ലോ. പോലീസ് വന്നിരിക്കുകയാണ്. എന്തിന്? ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ അറസ്റ്റ് ചെയ്യാൻ. ഈ സ്ത്രീ നല്ല അഭിപ്രായം പറഞ്ഞ്, നല്ല മനുഷ്യനാണ്, ഇന്ത്യയുടെ യശസ്വി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട്. അപ്പം എന്ത് രാജ്യമാണിത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്ത് രാജ്യമാണ്, എന്ത് വർഗീയതയാണിത്? അതായത് സംഗതി ഇത്രയുള്ളൂ, സംഘീ ഭീകരന്മാർ പറയുന്നത് ഈ സ്ത്രീകളുടെ ദേഷ്യമാണ്. നീ നല്ലത് പറയുകയാണെങ്കിൽ ഹിന്ദുക്കളെ കുറിച്ച് നല്ലത് പറയാം, മുസ്ലിങ്ങളെ കുറിച്ച് നല്ല പറയരുത്. നീ എന്തിനാണ് മുസ്ലിങ്ങളെ കുറിച്ച് നല്ല പറഞ്ഞത്? അതുകൊണ്ട് അയാളെ പിടിച്ച് ഞങ്ങൾ ജയിലിലാക്കും പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അയാളെ പിടിച്ച് ജയിലിലിട്ട്. എന്താ കേസൊന്നും അറിയില്ല. കേസ് ഇപ്പം ഉണ്ടാക്കാത്തല്ലേ പണിയുണ്ട് ഇന്ത്യയിൽ. ആ സ്ത്രീകളെ പീഡിപ്പിച്ചു, നല്ല അഭിപ്രായം പറഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ടാൽ മതി. പിന്നെ കുറേ കാലം അവിടെ കിടക്കുമല്ലോ, നിരപരാധിയാണെന്ന് തെളിച്ച് അയാൾ വേണമല്ലോ തെളിയിക്കാൻ, അല്ല വേറെ ആരും വരില്ലല്ലോ. അത് തെളിയിക്കുമ്പോഴേക്കും അയാളുടെ മൂക്കിൽ പല്ല് മുളച്ചിട്ടുണ്ടാവും. അങ്ങനെ അതും കൂടി അറിഞ്ഞപ്പോൾ സ്ത്രീ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഉണ്ടായ സംഭവങ്ങളും കൂടി ഈ സ്ത്രീ, അതായത് ആ വീഡിയോയിൽ തന്നെ പറയുന്ന സംഗതികളാണ് കേട്ടോ. അത് കേട്ടു നോക്കിയാൽ അത് പിന്നെ അല്ലെങ്കിൽ സസ്പെൻസ് പോയിൻ്റെ, അപ്പോൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. That's why I can't be religious, because people use religions to spread hate against each other. ലോകത്ത് എവിടെയും വർഗീയതയില്ല, ഇവിടെ മാത്രം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ വർഗീയതയും പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ആ മുസ്ലിം പീഡിപ്പിച്ചു അല്ലെങ്കിൽ തൊട്ട് തുരുമ്പി എന്തെങ്കിലുമൊക്കെ ഒന്ന്, ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു നല്ല പെരുമാറ്റം നടത്തി, എന്നിട്ടും പോലീസ് വന്ന് പിടിക്കണം. അപ്പോൾ അത് പറയാണ്. ഓക്കെ, I really wanted to show the beautiful sides of India because there's so much hate about India. കാരണം ഇന്ത്യനെ എല്ലാവരും വെറുക്കാണ് ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ലൊരു വശമുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല വശം കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. വന്നിട്ട് ഈ കോലത്തിലായി, വളരെ ദേഷ്യത്തിലാണ് ഇപ്പോൾ. But right now I'm really fucking tired too. I really tried to show the beautiful sides, but I will tell you something now. If any Indian man is behaving like this, please unfollow me because I don't want you on my profile. എന്നിട്ട് അതിനുശേഷം ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീടിൻ്റെ താഴത്ത് സർവ്വ തീവ്രവാദികളും ഹിന്ദുത്വ തീവ്രവാദികളും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്.
നീ ആരടി, മുസ്ലിങ്ങളുടെ പിന്നെ ഇത് മാത്രമേ നിനക്ക് പറ്റുള്ളൂ, ഞങ്ങളെ പറ്റിയില്ലടി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പച്ചത്തെറികൾ. അപ്പോൾ പറയണം അങ്ങനത്തെ ആൾക്കാരെ ഇറങ്ങിപ്പോണം, എൻ്റെ കൊമൻസിൽ വരരുത്, ഞാൻ ബ്ലോക്ക് ആക്കും എന്ന് പറയാണ്. അങ്ങനത്തെ തെറി. എന്താണ് കാരണം? പ്രശ്നം എന്താണ്? ഒരു മുസ്ലിമിനെ നന്നാക്കി പറഞ്ഞു. കാരണം മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് 10-25-30 കൊല്ലം കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കി വരികയാണ് ഇസ്ലാമിക ഭീകരവാദം എന്ന്. അത് ഈ സ്ത്രീയായിട്ട് നശിപ്പിച്ചു. അപ്പോൾ ആ ദേഷ്യം തീർക്കുകയാണ്. കാരണം കള്ളക്കഥകളൊക്കെ പൊളിഞ്ഞെങ്കിലോ. Men of you, they are harassing the female followers on my profile, video calling them 30 times every day, sending them messages. Even me, I needed to put off all my comments because you are spamming me with messages. You are behaving worse than animals. And every day I'm fucking stressed because you don't accept a no when we female tourists don't want picture with you. In Goa at the beach, like 3 different group of men came to me asking for pictures. I said, no, I'm in a bikini. I don't want to take picture with you like this. പിന്നെ അങ്ങനെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അല്ല സോറി, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇവള് സ്ത്രീ കുറച്ചങ്ങനെ ഒറ്റക്കൊക്കെ നടക്കില്ല. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ എപ്പോഴും ഇരിക്കൊന്നുമില്ലല്ലോ, അങ്ങനെ നടന്നു പോകില്ലേ. ഉടനെ വരുത്ത കുറേ തെണ്ടികൾ ഫോട്ടോ എടുക്കണം എന്ത് ജാക്കിയൊക്കെ വരികയാണേ, ഫോട്ടോ എടുക്കണം എല്ലാവരും. അങ്ങനെ ഈ സ്ത്രീ പെട്ട് ഒരു ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. നടക്കൂല. എപ്പോൾ നോക്കിയാലും പുരുഷന്മാർ മുമ്പിലും പിന്നിലും ജാക്കി വെക്കാനായിട്ട് അവിടെയും ഫോട്ടോ പറഞ്ഞ് തോളിൽ കൈയിടുക. ഞാൻ കഴിഞ്ഞ വഴി കാണിച്ചു തന്നല്ലേ എന്താ ചെയ്യണമെന്നുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ശല്യം ചെയ്തിട്ട് ആകെ പെട്ടെന്നാ പറയുന്നത്. കേട്ടോക്കെ. But you didn't accept it. You came so close to me. My Indian driver was with me. What would have happened when I was alone? അങ്ങനെ അതിഭയങ്കരമായിട്ട് ജാക്കി വെക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇടപെട്ടിട്ടാണ് രക്ഷിച്ചത് ഈ സ്ത്രീനെ. ഏതാ മുസ്ലിം പേരുള്ള അയാളാണ് രക്ഷിച്ചത്. അപ്പോൾ അതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താക്കി, അയാളെ തന്നെ ഇവിടെ ജയിലിലിട്ട്. എങ്ങനെയുണ്ട് ന്യൂ ഇന്ത്യ? The police took this rickshaw driver, which is a really good person, to the police station on the day where he should have celebrated with his family, the day after Ramadan. And now he's in problem. He's on the newspaper because you... അതും ഈ സ്ത്രീ വന്നതിൻ്റെ പിറ്റേ ദിവസം റമദാനായിരുന്നു, നോമ്പായിരുന്നു. അപ്പോൾ ആ ആളിനെ, ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ പിടിച്ചിട്ട് ജയിലിലിട്ടത് പിന്നെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസം. അയാൾ വളരെ നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭീകരമായ വർഗീയത മാത്രമല്ല, അസൂയം ഭീകരമാണ്. All you do is creating drama. And to the Indian police, I spoke to a police officer after I got harassed in a temple. പോലീസിനോട് പരാതി പറഞ്ഞ പോലീസുകാരനും ഹറാസ് ചെയ്യുമല്ലോ. കാരണം സംഘീഭീകരമാണല്ലോ അപ്പോൾ പോലീസിലൊക്കെ. അപ്പോൾ അവർ ഹറാസ് ചെയ്യുമല്ലോ. കാരണം നീ എന്താടി മുസ്ലിങ്ങളെ നന്നാക്കി പറഞ്ഞത്, നിനക്ക് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഹറാസ് ചെയ്ത് ആ പോലീസുകാരനും ശല്യം ചെയ്തു എന്നാണ് പറയുന്നത്. From a 50-year-old Indian guy who asked me for a kiss on his cheek and നടന്ന് എല്ലാം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്ന് ചുംബിക്കട്ടെ. വിദേശികൾ വരുന്നത് 4 കാശ് ഉണ്ടാക്കി ഇവിടുത്തെ തെണ്ടികൾക്ക് കൊടുക്കാനാണ്, ഇന്ത്യയിലത്തെ തെണ്ടികൾക്ക്. എല്ലാ ലോകത്തും ടൂറിസം വളർത്താൻ വേണ്ടി എല്ലാവരും പാടുപെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്തൊക്കെ പാടുപെടുന്നു ടൂറിസം വളർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ഥലത്താണ് പുറത്ത് ഇറങ്ങിയാൽ ചുംബിക്കട്ടെ. ഇത് എന്ത് ഭ്രാന്താണ്? പിന്നെ ഏതൊക്കെ കിളവന്മാർ വന്നിട്ട് നിന്നൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കട്ടെ ചോദിക്കാത്രേ. കേട്ടോ. 3 times where my hotel is, and if he can come to my hotel in the night. My whole traveling, since I'm traveling to 10 different countries, I experienced this shit as a woman. Even my... അവൾ 10-ലും കൂടുതൽ രാജ്യങ്ങൾ സഞ്ചരിച്ചു. പക്ഷേ എവിടെ ഇങ്ങനത്തെ ഇത്രയും നാറിയ പരിപാടി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ സ്ത്രീയല്ലേ നല്ല വശം കാണിക്കാൻ വേണ്ടി വന്നത് ഇന്ത്യയിലേക്ക്. ഇത്രയും നാറിയ ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. കാരണം എവിടെ നിന്ന് ഇറങ്ങിയാലും ചുംബിക്കട്ടെ ഇത് എന്താ പരിപാടി? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ. ഇവർ ഈ ഹോട്ടലിലേക്ക് വിളി കേട്ടാൽ തോന്നുന്നത് അറിയാം, ഇവരൊക്കെ പച്ച പാവങ്ങളാണ്, ഇവർ പൈസ ഇല്ലാത്തവരാണ്, ഇന്ത്യയിലുള്ളൊരു ഭയങ്കര പണക്കാരെ തോന്നിപ്പോവും. ഇവർ പണം ഉള്ളത് കാരണമാണ് കറങ്ങാൻ വരുന്നത്. ആ പണം കൊണ്ടാണ് കുറേ നക്കുന്നത് ഇന്ത്യയിൽ പല കടക്കാരും ഹോട്ടലും വീട്ടിലൊക്കെ. എന്നിട്ട് ഇങ്ങനെ ബഹളിക്കുകയാണ്. എന്നിട്ട് അതിഥി ദേവോ ഭവാൻ എല്ലാ ഭണ്ഡാരത്തിലും എഴുതി വെക്കും. ആർച്ച ഭാരത സംസ്കാരം ഒരു സംസ്കാരവും ഇല്ല. അതന്നെ വർത്താനത്തിൽ ഭയങ്കരമാണ്. എന്താണ് ദേവി ദേവോഭവ, സ്ത്രീ ദേവോഭവ എന്നൊക്കെ എഴുതും. എല്ലാവരും ബലാത്സംഗമാണ്. I'm fucking tired of this. I'm fucking tired. To Indian men who behave like this, you can unfollow me. I don't want you on my profile. And to Indian police, please think about what you take serious. Because this police officer guy didn't take me seriously, but you took this friendly rickshaw driver for nothing to the police station.
കള്ളേ എത്ര ദേഷ്യത്തിലാണ് സ്ത്രീ നോക്കിയ അതിഥി ദേഹോഭവായിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ജയശ്രീന്ന് വിളിക്കാം, ജയശ്രീതാന്ന് കൂടി വിളിച്ചാൽ ശരിയായി. അപ്പോൾ പോലീസുകാരോട് പരാതി പറഞ്ഞാൽ കേൾക്കൂല. പക്ഷെ ഒരു സാധാരണ മനുഷ്യമെന്ന് ഇടപെട്ട് രക്ഷിച്ച് നല്ല പെരുമാറ്റം വന്നപ്പോൾ അയാളെ പിടിച്ച് ജയിലാക്കി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ടൂറിസ്റ്റുകൾ വന്നാൽ ഞങ്ങൾ വെറുതെ വിടൂല എന്നാണ് ഈ പറയുന്നത്. ഈ വിഡ്ഢികളായ ടൂറിസ്റ്റുകൾ വെറുതെ വരുന്നതാണ്. ഇപ്പം തന്നെ ഗോവയിലൊക്കെ എല്ലാ കടകളും പൂട്ടി, കറീജാതി എല്ലാ പെരുമാറ്റങ്ങൾ. മുമ്പ് ഗോവ എന്ന് പറഞ്ഞാൽ ടൂറിസം കേന്ദ്രമായിരുന്നു, ഇപ്പോൾ ഒക്കെ പോയി തോന്നുന്നുണ്ട്. പിന്നെ അതല്ല, ഈ സംഘീ ഭീകരന്മാരുടെ ആർച്ച ഭാരത നിയമങ്ങൾ, പശു തിന്നാൻ പാടില്ല, പോത്ത് തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും കാരണം അതൊക്കെ നശിച്ചു. അങ്ങനെ ഓരോ മേഖലയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭരിക്കുന്നത് 2 ഗുജറാത്തി ഗുണ്ടകൾ, അത് കാരണം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇഞ്ചിഞ്ചായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങുന്ന കപ്പലാണ്. അതുകൊണ്ടാണ് പലരും ജീവനും കൊണ്ട് ഓടുന്നത് വിദേശത്തേക്ക്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട്. അതിൽ സംഘികളടക്കം ഓടുകയാണ് മുസ്ലിം രാജ്യം നോക്കിയിട്ട്. കാരണം വേറെ എവിടെയും ചെന്നാൽ കയറ്റൂലല്ലോ.